പോലീസിന്റെ വർഗീയ ഇടപെടലുകൾ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ഥിരം കേൾക്കാറുള്ളതാണ്. എന്നാൽ ഹിന്ദു പെൺകുട്ടിക്കൊപ്പം ബൈക്ക് യാത്ര ചെയ്ത മുസ്ലിം യുവാവിനെ ലവ് ജിഹാദ് കേസിൽ കുടുക്കുകയും പെൺകുട്ടിയുടെ കുടുംബം ജഡ്ജിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും യുവാവിനെ വിടാതെ വേട്ടയാടുകയും ചെയ്യുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തത് UP-യിലോ ഗുജറാത്തിലോ അല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് നിന്നാണ്. പരാതിയില്ലാഞ്ഞിട്ടും പോലീസ് സ്വമേധയാ ഇടപെട്ട് 17-കാരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേസ് കൊടുപ്പിച്ച് ലക്ഷദ്വീപ് സ്വദേശിയായ സയ്യിദ് ഹിബാൻ മുഹമ്മദിനെയാണ് കുടുക്കാൻ ശ്രമിച്ചത്. പോലീസ് എതിർത്തെങ്കിലും കഴിഞ്ഞ ദിവസം ഹിബാൻ മുഹമ്മദിന് കാസർഗോഡ് സെഷൻസ് കോടതി ജഡ്ജി സാനു P. പണിക്കർ ജാമ്യം നൽകി. കഴിഞ്ഞ സെപ്റ്റംബർ 13 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. കാസർഗോഡ് പ്രമുഖ ആശുപത്രിയിൽ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ഹിബാൻ മുഹമ്മദ്. ഇതേ ആശുപത്രിക്ക് കീഴിലുള്ള നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. ആശുപത്രിയിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ് രാത്രിയാണ് യുവാവും നഴ്സിംഗ് വിദ്യാർത്ഥിനിയും ബൈക്കിൽ ഒന്നിച്ച് യാത്ര ചെയ്തത്. ഇതിനിടെ മഴ പെയ്തതോടെ ഇരുവരും കടവരാന്തയിൽ കയറി നിന്നു. 1 മണിക്കൂറിലേറെ കാത്തുനിന്ന ശേഷമാണ് മഴ നിലച്ചത്. തിരിച്ചു വൈകി വന്നതിനാൽ രണ്ടുപേരെയും ആശുപത്രി അധികൃതർ ശാസിച്ചു. കാരണം വിശദീകരിച്ചതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിലെ ഒരു വിഭാഗം വിഷയം ചർച്ചയാക്കുകയും ആശുപത്രിക്ക് പുറത്തേക്ക് വിഷയം വലിച്ചിടുകയും ചെയ്തു. യുവാവിനെതിരെ പരാതി കൊടുക്കാൻ പെൺകുട്ടിക്ക് മേലും അവരുടെ മാതാപിതാക്കൾക്ക് മേലും സമ്മർദ്ദമുണ്ടായി. പെൺകുട്ടിയുടെ നാട്ടിലെ BJP നേതാക്കളും ഇവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തി. എങ്കിലും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകാൻ തയ്യാറായില്ല. ആശുപത്രി മാനേജ്മെന്റിനും സമ്മർദ്ദമുണ്ടായതോടെ സംഭവം രഹസ്യമായി അന്വേഷിച്ച് സത്യാവസ്ഥ അറിയാനും യുവാവും പെൺകുട്ടിയും വ്യത്യസ്ത മതവിഭാഗക്കാരായതിനാൽ വിഷയം വർഗീയ അന്തരീക്ഷത്തിലേക്ക് മാറാനിടയുണ്ടെന്നും മാനേജ്മെന്റ് സൂചിപ്പിച്ചു. ഇതോടെ പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ BNS സെക്ഷൻ 137/2 പ്രകാരം തട്ടിക്കൊണ്ടുപോയെന്ന് ചൂണ്ടിക്കാട്ടി ഹിബാൻ മുഹമ്മദിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാതാപിതാക്കൾ പരാതിയില്ലെന്ന് ആവർത്തിച്ചിട്ടും പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നതായും സൂചന ലഭിച്ചിട്ടില്ല. സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ഇക്കാര്യവും FIR-ൽ ഉൾപ്പെടുത്തി. ഇതോടെയാണ് യുവാവ് അഭിഭാഷകനായ സാജിദ് കമ്മാടം മുഖേന ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ യുവാവിന് മുൻകൂർ ജാമ്യം നൽകിയാൽ ജില്ലയിൽ സാമുദായിക സംഘർഷം ഉണ്ടാകുമെന്നാണ് പോലീസ് വാദിച്ചത്. എന്നാൽ പരാതികളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ചൊവ്വാഴ്ച വീണ്ടും പരിഗണിച്ചപ്പോഴും യുവാവിന്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. കാസർഗോഡ് വർഗീയ കലാപം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യത്തെ എതിർത്തത്. ഇതിനിടെ തങ്ങൾക്ക് പരാതിയില്ലെന്ന് പെൺകുട്ടിയും മാതാവും കോടതിയിൽ നിലപാടെടുത്തു. ഹിബാൻ മുഹമ്മദിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സുഹൃത്തിനെയും കോടതിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ വാദങ്ങൾ കേൾക്കേണ്ടതില്ലെന്നറിയിച്ച് ജഡ്ജി യുവാവിന് ജാമ്യം നൽകുകയായിരുന്നു. പോലീസിന്റെ വാദമുഖങ്ങൾ തള്ളിയാണ് ജഡ്ജി യുവാവിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത്. ഒരു വ്യക്തിയെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നത് കുറ്റകൃത്യമല്ല. അത് തെറ്റായ ഉദ്ദേശത്തോടെയാണ് പോയതെങ്കിൽ മാത്രമേ അത് കുറ്റകരമാകൂ. ഈ കേസിൽ ഇരുവരും പുറത്തുപോയപ്പോൾ മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യമായതായും ജഡ്ജി വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി യുവാവിനെ 2 ദിവസങ്ങളിലായി 1 മണിക്കൂർ സമയം മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്നും അത് വൈകിട്ട് 5-നും 6-നും ഇടയിലായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. FIR റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് യുവാവ് അറിയിച്ചു. Way2Nikah.com, the exclusive Muslim matrimonial site.